എൻ്റെ പേര് അനീഷ അനി ബെനഡിക്റ്റ്. ഞാൻ വലിയതുറ സ്വദേശിയാണ്. ഒരു ഫിഷർമാൻ ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ അച്ഛനും അപ്പൂപ്പനും പാരമ്പര്യമായിട്ട് മത്സ്യത്തൊഴിലാളികളാണ്. ഞാൻ ബേസിക്കലി ഒരു മറൈൻ ബയോളജിസ്റ്റാണ്. MSc മറൈൻ ബയോളജി ആൻഡ് ഓഷ്യൻ സ്റ്റഡീസാണ്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പഠിച്ചത്. ആൻഡമാനിലായിരുന്നു ക്യാമ്പസ്. അതിനുശേഷം ഞാൻ ഒരു ഫിഷിംഗ് കമ്മ്യൂണിറ്റി എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് കടലിലേക്ക് ഇറങ്ങാൻ വളരെ ആഗ്രഹമായിരുന്നു. കടലിൻ്റെ അടിത്തട്ട് കാണാൻ ഒരാഗ്രഹം. കാരണം എൻ്റെ അച്ഛൻ എവിടെ നിന്നോ മീൻ പിടിച്ചിട്ട് വരുന്നതെന്ന് ആ ഒരു സ്ഥലം കാണണമെന്നൊരു വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സ്കൂബ ഡൈവിങ്ങും എൻ്റെ പഠനത്തോടൊപ്പം പൂർത്തിയാക്കിയിട്ടാണ് നാട്ടിലേക്ക് തിരിച്ചു വന്നത്. കുഞ്ഞുനാൾ മുതലേ ഞാൻ കടലിനെ എനിക്കൊരു കൗതുകത്തോടെയാണ് ഞാൻ കണ്ടുവന്നത്. കാരണം അച്ഛനൊക്കെ മീൻ പിടിച്ചിട്ട് വരുമ്പോൾ ചെറിയ ചെറിയ സ്റ്റാർ ഫിഷും കൗതുകം തോന്നിക്കുന്ന തരത്തിലുള്ള കടൽ ജീവികളെ പല തരത്തിലും പല നിറത്തിലും രസിപ്പിക്കുന്ന ഒത്തിരി മത്സ്യങ്ങളെയും അച്ഛൻ കൊണ്ടുവരുമായിരുന്നു, അച്ഛനും അപ്പനും എല്ലാം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു ആഗ്രഹമായിരുന്നു, കടലിൽ ഇത്രമാത്രം സാധനം ഉണ്ടോ? നമ്മൾ കാണുന്നത് വെറും വെള്ളം മാത്രമാണ്. അപ്പോൾ അതിനടിയിൽ എന്താ ഉള്ളതെന്ന് കാണാനായിട്ട് പണ്ടേ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇപ്പം കരയിലെ കാടും കണ്ടൽ കാടുകളും പുഴകളും ഗ്രാസ് ലാൻഡും മരുഭൂമിയും ഒക്കെ ഉള്ളതുപോലെ തന്നെ കടലിനടിയിലും വിവിധതരം ആവാസ വ്യവസ്ഥകളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ഒരു വലിയൊരു ആഗ്രഹം കുഞ്ഞുനാളെ മുതൽ ഉണ്ടായിരുന്നതിൻ്റെ പേരിലാണ് ശരിക്കും ഞാനൊരു ഡൈവറായി തീർന്നതെന്ന് പറയാം. ശരിക്കും ഒരു ഡൈവർ ആകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ, കടലിനെ കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ വീട്ടിൽ പറഞ്ഞു, എനിക്ക് ഡിഗ്രി കഴിഞ്ഞ സമയത്ത് മറൈൻ ബയോളജി പഠിക്കാൻ പോകണം മറൈൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ അവർ ചോദിച്ചു, എന്താ ഈ മറൈൻ ബയോളജി? അപ്പോൾ വലിയ പിടുത്തമില്ല. നമ്മുടെ കോസ്റ്റൽ ഏരിയയിലാണെങ്കിലും ഞാനും ഒത്തിരിയൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ശരിക്കും അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുന്നതിന്. ഒരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കോസ്റ്റൽ ഏരിയയിൽ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഒരു 7 years ബാക്ക് ഞാൻ വീട്ടിൽ പറഞ്ഞു മറൈൻ ബയോളജി പഠിക്കണം. അപ്പോൾ കടലിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, വേണ്ട, അതിന് അവസാനം മീൻ പിടിക്കാൻ പോകേണ്ടി വരും, അല്ലെങ്കിൽ മീൻ വിൽക്കാൻ പോകേണ്ടി വരും. ഇതൊക്കെയായിരുന്നു അവരുടെ ഒരു ധാരണ. അപ്പോൾ ഞാൻ പലരോടും സംസാരിച്ചു, ഒരല്പം വിദ്യാഭ്യാസമുള്ള ഒരു ടീമിനോട് സംസാരിച്ചാൽ പോലും മറൈൻ ബയോളജി അതിനെന്തായിരിക്കും, നേഴ്സിങ്ങിനോ എൻജിനീയറിങ്ങിനോ ഡോക്ടറേറ്റിനോ എല്ലാം പോയി റാങ്കോടുകൂടിയൊക്കെ ഇറങ്ങിയതല്ലേ, അപ്പം അങ്ങനെ പോകുന്നതല്ലേ ബെറ്റർ എന്ന് പലരും സജസ്റ്റ് ചെയ്തായിരുന്നു. പക്ഷെ എനിക്കൊരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു, എനിക്ക് പോകണം. ഇപ്പോൾ കടൽ, പ്രത്യേകിച്ച് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് ആണെങ്കിലും ആൻഡമാനിലാണ് അതിൻ്റെ ക്യാമ്പസ്. അപ്പോൾ ഈ കടൽ കിടന്ന് മറ്റൊരു ദ്വീപിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പം മാപ്പൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ വീട്ടുകാർ വളരെ ഒരു അങ്കലാപ്പിലായി. വേണ്ട, ഫ്ലൈറ്റിൽ കയറി പോകണം അല്ലെങ്കിൽ കപ്പലിൽ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ ഡെയിലി പോയി മീൻ പിടിച്ചിട്ട് വരുന്നതല്ലേ, അച്ഛൻ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയല്ലേ കാത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാനും പോയി പഠിച്ചിട്ട് എനിക്ക് കടലിനകത്ത് പോകണമെന്നൊക്കെ. അപ്പോൾ ഞാൻ ശരിക്കും ഡൈവിങ്ങിന് പോകുന്ന കാര്യം ഞാൻ കോൺഷ്യസ്ലി പറഞ്ഞില്ല. കാരണം ചിലപ്പോൾ ഇതും കൂടെ മുടങ്ങിപ്പോയാലോ എന്ന് കരുതിയിട്ട് ഞാനത് പറഞ്ഞില്ല. പക്ഷേ കോഴ്സിൽ ശരിക്കും ഒരു ഡൈവിങ് ഇൻക്ലൂഡഡ് ആയിരുന്നു, കോഴ്സിൻ്റെ ഭാഗമായിരുന്നു. പക്ഷെ അവിടെ പോയതിന് ശേഷമാണ് മനസ്സിലാവുന്നത് അത് അവർ കുറച്ച് ഇഷ്യൂസ് കാരണം എക്സ്ക്ലൂഡ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഞാൻ വളരെ വിഷമത്തിലായി. കാരണം MSc മറൈൻ ബയോളജി കഴിഞ്ഞു, 2 years കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല മാർക്കോടുകൂടി ഇറങ്ങി. പക്ഷേ ഡൈവിങ് ഈ കോഴ്സിൻ്റെ ഭാഗമല്ല എന്ന് കണ്ടപ്പോൾ എക്സ്ട്രാ ഞാൻ അത് പഠിക്കേണ്ടി വരുമെന്നുള്ള ഒരിതിലായി. പിന്നെ ഞാൻ അവിടെ തന്നെ കുറച്ച് എക്സ്ട്രാ ജോലികളൊക്കെ ചെയ്തു. ഒരു 2 മാസം അവിടെ തങ്ങി കോഴ്സിന് ശേഷം അവിടെ നിന്ന് തന്നെ ഡൈവിങ് ഞാൻ പഠിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ശരിക്കും അത് പഠിക്കുമ്പോഴും എൻ്റെ മനസ്സിലൊരു ഭയം ഉണ്ടായിരുന്നത്, സാധാരണ ഫിഷിംഗ് കമ്മ്യൂണിറ്റിയിൽ സ്ത്രീകളെ അവരുടെ വള്ളങ്ങളിലോ വലകളിലോ തൊടാനായിട്ട് അനുവദിക്കാറില്ല, പ്രത്യേകിച്ച് ഒരു പ്രായപൂർത്തി ആയിക്കഴിഞ്ഞ സ്ത്രീകളെ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്കൊരു വിശ്വാസമുണ്ട്, ഇപ്പം ഇവരുടെ വലകളിലോ വള്ളങ്ങളിലോ ഒക്കെ തൊട്ട് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഒരു മെൻസ്ട്രേഷൻ്റെ ടൈമിലാണെങ്കിൽ ഈ അതിൻ്റെ ഒരു റിയാക്ഷൻ കാരണം അവർക്ക് മീൻ കിട്ടത്തില്ല. ഫിഷർമാൻ അതിൻ്റെ സയൻസ് അറിയില്ല, പക്ഷേ അവർ പറയുന്ന അതിൽ മീൻ കിട്ടത്തില്ല. അപ്പോൾ ഇതിലെന്തോ ഒരു ചേഞ്ച് വരുത്തിയാൽ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടും കൂടെയാണ് ശരിക്കും ഡൈവിങ്ങിലേക്ക് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ അതുവരെ ഞാൻ വലിയ നാട്ടുകാർക്കൊന്നും ഇന്ന ആളുടെ മകളെന്നതിനുപരി എന്നെ വലുതായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കൽ കോഴ്സൊക്കെ കഴിഞ്ഞ് വന്നു. ഓക്കെ, ഡൈവിങ് അഡ്വാൻസ് ലെവൽ വരെ എടുത്തു, അതായത് 42-45 മീറ്റർ വരെ നമുക്ക് ഡൈവ് ചെയ്യാം. അപ്പോൾ ലൈസൻസ് കിട്ടിയ കാര്യം വീട്ടിൽ വന്നിട്ടാണ് ഞാൻ പറയുന്നത്, അതുവരെ ഞാൻ ഫോട്ടോസൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ
ഡൈവിങ് കഴിഞ്ഞു. ഈശ്വര ദൈവമേ, കടലിൽ പോയിട്ട് വന്നു. അപ്പം എൻ്റെ അമ്മ ഇവിടെ ഇരുന്ന് പ്രാർത്ഥനയും ബഹളമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരു നാട്ടുകാരെല്ലാം കാണെ ഒന്ന് ഡൈവ് ചെയ്ത് തിരിച്ച് ജീവനോടെ വന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം. ആ ഒരു സ്റ്റിഗ്മ മാറ്റണം എന്ന് ഉറപ്പിച്ച് തന്നെ ഒരു ദിവസം ഞാൻ വലിയതുറ, ഞങ്ങളുടെ പാലത്തിനടുത്താണ് ഏറ്റവും കൂടുതൽ ഫിഷിംഗ് ഓപ്പറേഷൻസ് നടക്കുന്നത്, ലാൻഡിങ് ഒക്കെ. ഇപ്പോൾ മത്സ്യം പിടിക്കാൻ പോകുന്നത് അവിടെ നിന്ന് തന്നെയാണ്, തിരിച്ചു വരുന്നത് അവിടെ നിന്ന് തന്നെയാണ്. അപ്പം ഞാൻ അവിടെ പയ്യെ രാവിലെ ഒരു 7-7:30 ആയപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫിൻ്റെ ടീമുമായിട്ട് സ്ത്രീകളൊക്കെ മത്സ്യം വിറ്റുകൊണ്ടിരിക്കുക. എൻ്റെ അമ്മച്ചി ഉൾപ്പെടെ ഉണ്ട്, എൻ്റെ അമ്മൂമ്മ ഉൾപ്പെടെ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ഒക്കെ പോകുന്ന വള്ളങ്ങളെല്ലാം വളരെ ആക്റ്റീവായിട്ട്, അവർ ഡെയിലി ഈ ഫിഷിംഗ് ഓപ്പറേഷനിൽ വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ ഡൈവിങ് സൂട്ടൊക്കെ ഇട്ട് അവരുടെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോവുക. അപ്പോൾ എൻ്റെ അമ്മച്ചിയൊക്കെ എന്നെ കണ്ടപ്പോഴത്തേനും അറിയാമെന്നുള്ള എൻ്റെ പലരും അവിടെ ഉണ്ട്. അപ്പോൾ റിലേറ്റീവ്സൊക്കെ പറഞ്ഞു, അയ്യോ ഇതെവിടെ പോകുന്നു, ഇതെന്തോ സാധനം. കാരണം നമ്മുടെ സൂട്ടും അത് മുട്ടിന് മുകളിലുള്ള ഉടുപ്പും എല്ലാം കൂടെ കണ്ടപ്പോഴത്തേനും അവർ പറഞ്ഞു, അയ്യോ ഇതെന്താ. അപ്പോൾ സാധാരണഗതിയിൽ ഒരു കടപ്പുറത്തുള്ള ഒരു കുട്ടി മുട്ടിന് മുകളിലുള്ള ഡ്രസ്സ് ഇട്ട്, അതും ഷാളൊന്നും ധരിക്കാതെ, വലിയ ബാക്കിൽ എന്തൊക്കെയോ സാധനം കുടലൊക്കെ തൂക്കിപ്പോകുന്നു, കഴുത്തിൽ എന്തൊക്കെയുണ്ട്. അപ്പോൾ എന്തോ പുറപ്പാടാണെന്ന് മനസ്സിലായി. അതും കുറേ ആണുങ്ങളുടെ കൂടെയാണ് പോകുന്നത്. അവർ ഈ സെറ്റപ്പിലാണ്, ഡൈവിങ് സൂട്ടിലൊക്കെയാണ്. ഇവർ ആകെ അങ്കലാപ്പിലായി. എല്ലാവരും ഒക്കെ മീൻ വിൽക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് ഒരു ശ്രദ്ധ മാറി ഞങ്ങളിലോട്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഇരുവശത്തും മീൻ വിൽക്കുന്നുണ്ട്, അപ്പുറത്തെ ഫിഷിംഗ് ഓപ്പറേഷൻ നടക്കും. ഞങ്ങൾ അതിൻ്റെ നടുക്കൂടെ മുറിച്ച് നടന്നുപോയി പാലത്തിൻ്റെ അടുത്തെത്തി. പാലത്തിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ നടന്ന് കടലിലേക്ക് ഡൈവ് ചെയ്തു. അപ്പോൾ അവിടെ നിന്നും ആൾക്കാർ കിടന്ന് ബഹളമായി, അയ്യോ എന്താ ഇന്ന ആളെ മോളാണ് കടലിൽ ചാടുന്നത്, എന്താ പ്രശ്നമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ കണ്ടു നിൽക്കുകയാണ്. നമ്മൾ പോയി കടലിനടിയിൽ പോയി വലിയതുറ പാലം ഇന്ന് കാണുന്നതിൻ്റെ പകുതിയിലധികം ഉണ്ടായിരുന്നു, അത് മറിഞ്ഞു പോയതാണ് ഒരു കപ്പലപകടത്തിൽ. അപ്പോൾ അതൊരു റീഫായിട്ട് അവിടെ എക്കോസിസ്റ്റമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റീഫിനെ ഞങ്ങൾ അടിയിൽ പോയി, ഞങ്ങളുടെ ഉദ്ദേശം അതായിരുന്നു ശരിക്കും, റീഫ് മൊത്തം ഡോക്യുമെൻ്റ് ചെയ്യുക. അപ്പോൾ അവിടെയൊക്കെ പഠിച്ചു, കുറേ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു. ഞങ്ങൾ തിരിച്ച് പൊന്തി വന്നപ്പോഴത്തേനും പാലത്തിന് മുകളിൽ മുഴുവനും ആൾക്കാരാണ്, കരയിലും ഒത്തിരി ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്താ സംഭവം എന്നറിയാം. ഞങ്ങൾ തിരിച്ച് വെള്ളത്തിലിങ്ങനെ കയറി വന്നു. അപ്പോഴാണ് ശരിക്കും ഈ ആൻറ്റിമാരൊക്കെ ഓടി വന്നു, ഓക്കെ അയ്യോ അപ്പോൾ ജീവനോടെ തിരിച്ചു വന്നു എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ ശരിക്കും ഇവരൊക്കെ ഇതെന്താ സംഭവം എന്ന്. പിന്നെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്, ഓക്കെ ഇതാണ് ഡൈവിങ്, ഇങ്ങനെയാണ് സംഭവം, ഇതിൻ്റെ ഇന്ന കാര്യങ്ങൾക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്ത്രീകൾക്കും കടലിലിറങ്ങാം, നിങ്ങൾക്ക് മീൻ കിട്ടിയില്ലെങ്കിൽ എന്നോട് പറയണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. അപ്പോൾ ശരിക്കും അന്ന് അവിടെ നിന്ന ലേഡീസ് കുറച്ച് പേര് ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ എൻ്റെ മോളെയും പഠിപ്പിക്കുമോ ഡൈവിങ് എന്ന് ചോദിച്ചു. ഇതെന്താ ഡൈവിങ് എന്നൊന്നും അറിയില്ല അവർക്ക്, ഇതുപോലെ കടലിൽ ചാടാൻ പഠിപ്പിക്കുമോ? ഇപ്പോഴും ഫ്ലാറ്റിൽ വന്നിട്ട് അനീഷയുടെ വീടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയില്ല. കടലിൽ 3 കുട്ടി എന്ന് പറഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ആൻഡമാനിൽ പോയി പഠിച്ചത്, ഇവിടെ ഒന്നും നിങ്ങൾക്ക് മറൈൻ ബയോളജി പഠിച്ചുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഡിഗ്രി ലെവൽ വരെ കേരളത്തിൽ, പിന്നെ കേരളത്തിന് പുറത്തായാലും ഡിഗ്രി ലെവൽ വരെ മറൈൻ ബയോളജി, ഓഷനോഗ്രഫി, കടലിൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് വളരെ കുറവാണ്. മറൈൻ ബയോളജി നമ്മുടെ കുസാറ്റ്, കുഫോസ് ഈ 2 സ്ഥാപനങ്ങൾ ഇരിക്കുന്ന കൊച്ചിയിലാണ്. അപ്പോൾ ഈ 2 കോളേജസിൽ മാത്രമാണ് ശരിക്കും മറൈൻ ബയോളജിയുടെ കോഴ്സസ് MSc ലെവലിലുള്ളത്, അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഒരു റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ പുറത്തു പോയി പഠിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല നമ്മുടെ ഈ കുഫോസിലെ കോഴ്സ് SC/ST സ്റ്റുഡൻസിന് തന്നെ വളരെ കൂടുതലാണ്, അപ്ലിക്കേഷൻ ഫീ തന്നെ വളരെ കൂടുതലാണ്. കുസാറ്റിൽ പിന്നെയും എൻട്രൻസ് വഴി കയറുന്നതുകൊണ്ട് വലിയ ബാധ്യതകളില്ലാതെ പഠിച്ചിറങ്ങാൻ സാധിക്കും. എങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ മാത്രമേ ഈ കോഴ്സ് നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. കടലിൽ ഒരു പ്രാവശ്യമെങ്കിലും കാലം നനയ്ക്കാത്ത തീരദേശത്തെ കുട്ടികളില്ല എന്ന് പറയാം. എങ്കിലും എന്തുകൊണ്ട് ഇന്നത്തെ ജനറേഷൻ കടലിന് മത്സ്യബന്ധനത്തിന് മാത്രമായി യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഹയർ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ലെവലിലോ അല്ലെങ്കിൽ ഒരു തൊഴിൽ സാധ്യത അതിൽ വരുന്നില്ല എന്ന് വെച്ചാൽ, പ്രോപ്പറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കരിയർ ഗൈഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. എന്നെ പോലെയുള്ള ഒരാളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നത്, ഇനിയും മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ വരുന്ന എൻ്റെ ഈ ഒരു കണ്ടംപററി ആയിട്ടുള്ള ഒരു ജനറേഷന് നമ്മൾ പ്രോപ്പറായിട്ട് ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ്. താല്പര്യമുള്ളവർക്ക് ഇത്തരം ഇന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ കോഴ്സസ് ഉണ്ട്,
അല്ലെങ്കിൽ ജോലി സാധ്യതകളുണ്ട്. അവിടെയൊക്കെ എന്താണ് നമ്മുടെ ഫിഷിംഗ് എന്നതിനേക്കാൾ ഉപരി ഫിഷിംഗ് വെസൽസ് ഓപ്പറേറ്റ് ചെയ്യാനും കടലിനടിയിൽ കാര്യങ്ങൾ പഠിക്കാനും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് ഡിപ്ലേഷൻ ഓഫ് ഫിഷസ് ആണ്. നമുക്ക് മീൻ കിട്ടാനില്ല. അത് കടലിൽ മീൻ ഇല്ലാത്തത് കൊണ്ടല്ല, നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് മീൻ കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ അതിനൊക്കെ ഇന്നോവേറ്റീവായിട്ട് നമുക്ക് എന്തെങ്കിലും ടെക്നോളജീസ് പഠിക്കാൻ പറ്റുമോ? ഇതൊക്കെ മറൈൻ എൻജിനീയറിംഗ് വരെ പഠിക്കാനുള്ള ചാൻസസ് ഇന്ന് ലോകത്തുണ്ട്. അപ്പോൾ അത്തരം ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ കുട്ടികളിലേക്ക് ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എന്നെപ്പോലെ ഞാൻ കാണുന്ന എന്നിലുള്ള ഏറ്റവും വലിയ ദൗത്യമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ മറൈൻ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സാണ് ഞാൻ മെജോറിറ്റി ഡീൽ ചെയ്യുന്നത്. എങ്കിലും നമ്മളിപ്പോൾ ഒരു MSc മറൈൻ ബയോളജി അല്ലെങ്കിൽ ഓഷനോഗ്രഫി കഴിഞ്ഞ ഒരാൾക്ക് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ വിരലിലെണ്ണാവുന്നുള്ള സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ. NGOs ആണെങ്കിൽ പോലും മറൈൻ റിലേറ്റഡ് ആയിട്ടുള്ള NGOs വളരെ വിരളമാണ് കേരളത്തിനകത്ത്. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ മറൈൻ റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് ചെയ്യാം എന്നുള്ളതാണ്. ഇനി ഡൈവിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഡൈവിങ് ഇതിനേക്കാളും ഒത്തിരി ഓപ്ഷൻസ് തരുന്ന ഒരു മേഖലയാണ്. കാരണം ഡൈവിങ് കൊമേഴ്ഷ്യൽ ഡൈവിങ്ങും ഉണ്ട്, അല്ലാതെ പ്രൊഫഷണൽ ഡൈവിങ്ങും ഉണ്ട്. ഡൈവിങ് പഠിപ്പിക്കാം, അതിന് മാസ്റ്റർഷിപ്പ് വരെ എടുത്താൽ മതിയാവും. അത് മാത്രമല്ല, പിന്നെ ഡൈവിങ്ങിൽ കൊമേഴ്ഷ്യൽ ഡൈവിംഗ് ആണ്. അത് മിഡിൽ ഈസ്റ്റിൽ UAE പോലെയുള്ള രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് ഉള്ളതാണ്. അതായത് ഒരു കപ്പലിൽ ജോലി ചെയ്യാനായാലും, അല്ലെങ്കിൽ ഓയിൽ ബേസ്ഡ് അല്ലെങ്കിൽ ഓയിൽ ടാങ്കേഴ്സിനകത്ത് ജോലി ചെയ്യാനായാലും, അണ്ടർ വാട്ടർ വെൽഡിങ് മുതൽ അണ്ടർ വാട്ടറിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ബേസിക് ഡൈവിങ് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ കുറച്ച് റിസ്കി ആണെന്ന് തോന്നുന്നുവെങ്കിലും ഏറ്റവും കൂടുതൽ ഹൈ സാലറീഡ് ആയിട്ടുള്ള ഒരു ജോബാണ് കൊമേഴ്ഷ്യൽ ഡൈവിംഗ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, റെസ്ക്യൂ ഡൈവേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു നാച്ചുറൽ കലാമിറ്റി വരെയാണ്, കടലിലോ അല്ലെങ്കിൽ ഒരാൾ മുങ്ങി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലും ബോഡി റിക്കവർ ചെയ്യാനായാൽ പോലും, അല്ലെങ്കിൽ ഒരു കപ്പൽ മുങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യാനുള്ള ആയാൽ പോലും റെസ്ക്യൂ ഡൈവേഴ്സ് സെർച്ച് ആൻഡ് റിക്കവറി എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞ ആൾക്കാരെയാണ് അതിലേക്ക് എടുക്കുന്നത്. അപ്പം നേവിയിൽ ഏറ്റവും കൂടുതൽ ഓപ്ഷൻ ഉള്ളത് ഡൈവേഴ്സിനാണ്. ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് വഴി 3 ഫിഷർമെനെ നമ്മൾ ഡൈവിങ് അഡ്വാൻസ് ലെവൽ വരെ പഠിപ്പിച്ചു. അല്ല, ഒരാൾ പുള്ളി ഇപ്പോൾ കോസ്റ്റ് ഗാർഡായിട്ട് വിഴിഞ്ഞത്ത് വർക്ക് ചെയ്യുകയാണ്. ബാക്കിയുള്ളവരെ ഇങ്ങനെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി അധികം ഫിഷർമെനായിട്ടുള്ള കുട്ടികൾ, കടലിൽ പൊയ്ക്കൊണ്ടിരുന്ന കുട്ടികൾ ഡൈവിങ്ങിന് വന്നു. 2 പേര് കൊമേഴ്ഷ്യൽ ഡൈവിങ് കഴിഞ്ഞു, ഇപ്പോൾ ഗൾഫിൽ ജോലിയിലാണ്. അങ്ങനെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ ഒരു സ്റ്റിഗ്മ ബ്രേക്ക് ചെയ്തത് കൊണ്ട് സംഭവിച്ചു എന്നുള്ളത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. കടലിനടിയിലെ ജീവികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും പേടിപ്പിക്കുന്നത് ഷാർക്കാണ്. സ്രാവുകളെക്കുറിച്ച്, കടലിൽ എവിടെ പോയാലും ഷാർക്ക് കടിക്കുമോ എന്നുള്ള ഒരു ഭയമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഈ കടലിൽ നിന്ന് പിൻവലിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിന് ശരിക്കും അതൊരു മിസ്കോൺസെപ്റ്റാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം ഈ കടലിനടിയിൽ നമ്മൾ ഡൈവ് ചെയ്യുന്ന സമയത്ത് ഒരു ഷാർക്ക് എൻകൗണ്ടർ ഉണ്ടാവുകയാണ്. കുറച്ച് ഷാർക്കുകൾ നമ്മുടെ ചുറ്റും വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്നൊരു ധാരണ ഉണ്ടെങ്കിൽ, കൃത്യമായ ഒരു ഗൈഡ് ലൈൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനു മുമ്പ് ഞാൻ പറയാം, നമ്മുടെ കടലിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെയോ അല്ലെങ്കിൽ കേരള തീരത്തെ കടലിൽ ഒരു 20 കിലോമീറ്റേഴ്സ്, അതായത് നമ്മൾ 12 നോട്ടിക്കൽ മൈലിനകത്ത് വരെ ഷാർക്ക് എൻകൗണ്ടർ കുറവാണ്. അതൊരു ഫാക്റ്റാണ്. അതുകൊണ്ട് നമ്മുടെ തിരുവനന്തപുരത്തെ കടലിൻ്റെ അടിയിലേക്ക് പോകാനായിട്ട് ആരും ഭയപ്പെടണ്ട. ഉൾക്കടലിൽ ഏറ്റവും കൂടുതൽ ഷാർക്കുകൾ കാണപ്പെടുന്നത്. പിന്നെ ഒരു പ്രത്യേകത, നല്ല തണുപ്പ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഇത് കുഞ്ഞുങ്ങളെ ബ്രീഡ് ചെയ്യിപ്പിക്കാനോ വേണ്ടി മാത്രമാണ് കരയിലേക്ക് വരുന്നത്. എന്നാലും ഒത്തിരി അടുത്ത് നമ്മുടെ ഫിഷിംഗ് ഓപ്പറേഷനൊക്കെ നടക്കുന്ന ഭാഗത്ത് വളരെ കുറച്ച് മാത്രമേ കാണാറുള്ളൂ. അതുകൊണ്ട് പേടിക്കണ്ട. അപ്പം ബേസിക്കലി നമ്മൾ സാധാരണ ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ അറിയുന്നില്ലാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും പാനിക്കാവും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പാനിക്കാവാൻ പാടില്ല. നമ്മൾ മൂവ്മെൻറ്റേ ഇല്ലാതെ നിന്ന് കഴിഞ്ഞാൽ അതങ്ങ് പാസ് ചെയ്ത് പോകും. നമ്മൾ പാനിക്കായി കൈയും കാലും ഇട്ടാനൊക്കെയാണെങ്കിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഇരയാണെന്ന് വിചാരിച്ച് നമ്മളെ ഉപദ്രവിക്കും. ഒന്ന്, നമ്മൾ മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ഉപദ്രവിക്കാം.
മറ്റൊന്ന്, നമ്മൾ ഇത് ബ്ലീഡിങ് ആണെങ്കിൽ, നമുക്ക് എവിടെയെങ്കിലും ഒരു കട്ടുണ്ട്, മുറിവ് പറ്റി, അതിൽ നിന്ന് ഒത്തിരി ബ്ലഡ് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും ബ്ലഡിനെ മണം സെൻസ് ചെയ്തിട്ട് വരും. ഈ 2 കാര്യങ്ങൾ. പിന്നെ ഒന്ന്, ഇത് ചേരുന്ന സമയത്താണ് അതിൻ്റെ ഒരു സൈറ്റിൽ പോയി നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളെ ഉപദ്രവിക്കും. മറ്റൊന്ന്, ഇത് വേറൊരു ഷാർക്കുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ആ ഒരു അഗ്രഷൻ തീരാത്തൊരു ടൈം, നമുക്കായാലും ഇപ്പോൾ ആരെങ്കിലുമായിട്ട് വഴക്ക് കൂടിക്കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് നമുക്കൊരു ദേഷ്യം ഉള്ളിലുണ്ടാവും. ആ ഒരു ഹോർമോൺ ചേഞ്ച് മാറുന്നതിനുള്ളിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ, ആ ഒരു അഗ്രഷൻ മാറാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ പോയി പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഉപദ്രവിക്കും. നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണത്. പിന്നൊന്ന്, നമ്മൾ അതിനൊരു ത്രെട്ടാണെന്ന് അതിന് തോന്നുകയാണ്. കാരണം ഷാർക്കിനെ നമ്മൾ ഉപദ്രവിക്കാൻ പോകുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഫുഡ് ഐറ്റം അതിന് പറ്റിയ എന്തെങ്കിലും ഒരു മീറ്റോ എന്തെങ്കിലും ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു 6 സാഹചര്യങ്ങളാണ് ഷാർക്ക് ഇങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉള്ളത്. അല്ലാതെ നമ്മൾ കടലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് എവിടെന്നെങ്കിലും മണം പിടിച്ച് വന്ന് ഉപദ്രവിക്കുന്ന ശീലം ഷാർക്കിനില്ല. അപ്പോൾ അതുകൊണ്ട് കടലിലെ ഭീകരജീവിയെ നമ്മൾ കാണുന്ന ഷാർക്കിനെ കണ്ടൊരിക്കലും ഭയപ്പെടരുത്. ശരിയായ ചിട്ടയായ കാര്യങ്ങൾ മനസ്സിലാക്കി ഡൈവ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ രീതിയിൽ വളരെ സേഫായിട്ട് ഡൈവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ എത്രയോ ഡൈവ്, 200-ലധികം ഡൈവ് ഞാൻ ചെയ്തു കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പല മിസ്കോൺസെപ്റ്റ്സ് ഇതിനെക്കുറിച്ചുണ്ട്. ഇതിനെക്കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ, കടലിൻ്റെ അടിയിൽ പോകുമ്പോൾ നമ്മൾ ഓക്സിജനാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരു ധാരണ പലർക്കും ഉണ്ട്. പക്ഷേ ഒരു വാസ്തവം എന്താണെന്ന് വെച്ചാൽ, ഓക്സിജൻ എപ്പോഴും ഒരു 4 മീറ്റർ ഡെപ്തിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ, ആഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ 4 മീറ്ററിനപ്പുറം പോയി കഴിഞ്ഞാൽ ഓക്സിജൻ പോയ്സണായിട്ട് മാറും. ഹൈ പ്രഷറിൽ ഓക്സിജൻ പോയ്സണായിട്ട് മാറും. അപ്പോൾ ഒരിക്കലും നമുക്ക് ഓക്സിജൻ ശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മൾ അതിനകത്ത് കൊണ്ടുപോകുന്നത് തന്നെ, ആ ഒരു സിലിണ്ടറിനകത്ത് കൊണ്ടുപോകുന്നത്, നമ്മളിപ്പോൾ നോർമലി എയറിൽ ശ്വസിക്കുന്ന ഈ എയർ തന്നെയാണ് ഹൈ പ്രഷറിൽ കംപ്രസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതായത് ഒരു സോഡ കുപ്പിക്കകത്ത് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പ്രഷറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെയാണ് ഈ നമ്മൾ കൊണ്ടുവന്ന ഡൈവിങ് സിലിണ്ടറിനകത്ത് നമ്മുടെ ഈ നോർമൽ എയർ കംപ്രസർ വെച്ച് പ്രഷറൈസ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ 200 ബാർ പ്രഷറാണ്. അതായത് 200 നമ്മുടെ കരയിൽ അനുഭവിക്കുന്നതിനേക്കാൾ 200 ബാർ അധികം മടങ്ങ് പ്രഷറാണ് വെള്ളത്തിനടിയിൽ ഈ ഒരു കുപ്പിക്കകത്ത് ഇരിക്കുന്നത്. എന്താണോ ഡൈവിങ്ങിൽ പറഞ്ഞിട്ടുള്ള ചിട്ടവട്ടങ്ങൾ അത് പാലിച്ചു കഴിഞ്ഞാൽ വളരെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഡൈവിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പേടിക്കേണ്ട ഒരു കാര്യമേ അല്ല. വയസ്സ് ഇതിനൊരു ബാരിയർ അല്ല ഒരിക്കലും. പിന്നെ 10 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കും, 10 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക് ഡൈവ് ചെയ്യാൻ പറ്റില്ല. 10 വയസ്സ് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഡൈവ് ചെയ്യാം. ഒരാളുടെ ഫിസിക്ക് ഒരിക്കലും പ്രശ്നമില്ല, ഹൈറ്റോ വെയിറ്റോ ഒരു പ്രശ്നമല്ല. ഇത് ഡൈവിങ് ചെയ്യാനുള്ള ഒരു മനസ്സാണ് ഏറ്റവും വലിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ കടലിനടിയിൽ എന്തൊക്കെയുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ തീരമാണ്. അതായത് കേരളത്തിലെ തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു ജില്ലയ്ക്ക് 78 കിലോമീറ്റർ തീരമുണ്ട്. സ്ട്രെച്ച് 78 കിലോമീറ്ററാണ് നമ്മുടെ തീരത്തിൻ്റെ നീളം എന്ന് പറയുന്നത്. അതിൽ 12 കിലോമീറ്ററോളം നമുക്ക് കാണാൻ പറ്റുന്നത് മലകൾ കടലിലേക്ക് ഇറങ്ങി കിടക്കുന്നതിനെ പ്രൊമോണ്ടറീസ് എന്ന് പറയും. അത്തരം ഇതാണ്. ഉദാഹരണം കോവളം, അടിമലത്തുറ, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കടലിൽ നിന്ന് കരയിലേക്ക് മലകൾ ഇറങ്ങി കിടക്കുന്നതാണ്. കടലിനടിയിലും അതേ മലയുടെ ഭാഗങ്ങൾ തന്നെ ഉണ്ടാവും. നമുക്കിപ്പോൾ കര കണ്ടാൽ അറിയാം കടലിൽ എന്തായിരിക്കും, ഏകദേശം എന്തായിരിക്കും കടലിൻ്റെ അടിത്തട്ടൊന്ന്. ഈ വെള്ളം മുഴുവൻ വറ്റിച്ച് കഴിഞ്ഞാൽ കോവളത്തിൻ്റെ കടലിൻ്റെ അടിത്തട്ടിൽ, കോവളത്തിൻ്റെ ആ ഭാഗത്ത് കടൽ തീരത്ത് കാണുന്ന പാറക്കൂട്ടങ്ങൾ തന്നെയാണ് കടലിനടിയിൽ കാണുന്നത്. അതേസമയം വർക്കല എടുക്കുകയാണെങ്കിൽ, വർക്കല ഈ 12 മീറ്ററിനകത്ത് വരുന്ന വർക്കലയ്ക്കകത്ത് ചെമ്മൺ തിട്ടകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കടലിനടിയിൽ അതുപോലെ തന്നെയാണ്. പിന്നെ വരുന്ന ഒരു 50 കിലോമീറ്ററോളം വന്നിട്ട് നമ്മുടെ മണൽ തീരങ്ങളാണ്. അതായത് പൂവാറ്, അടിമലത്തുറ, അല്ലെങ്കിൽ പൊഴിയൂർ, ശംഖുമുഖം പോലെയുള്ള വാസ്റ്റ് ആയിട്ടുള്ള ബീച്ചസ് ഉള്ള ഏരിയാസാണ്. അതിൻ്റെ കടലിനടിയിൽ നമ്മളൊരു 20 കിലോമീറ്ററോളം അകത്തോട്ട് പോയാലും നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ ഇവിടെയായിട്ട് കുറച്ച് പാരുകൾ, റീഫുകളല്ലാതെ മെജോറിറ്റി ഒരു 90% മണൽത്തിട്ടകൾ തന്നെയാണ്, മണൽ തീരം തന്നെയാണ്. അപ്പോൾ കരയിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കടലിനടിയിലെയും മോർഫോളജി എന്ന് പറയുന്നത്. അതായത് കടലിനടിയിൽ നമുക്ക് മണൽ മാത്രമുള്ള മരുഭൂമി പോലെയുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ എവിടെയായിട്ട് 1-2 മത്സ്യങ്ങൾ വന്നു പോകുന്നതല്ലാതെ അതിന് തങ്ങാൻ ഒരിക്കലും സ്ഥലം കിട്ടത്തില്ല. അതല്ലെങ്കിൽ മണലിൽ ഒളിച്ചിരിക്കുന്ന, പാത്തിരുന്ന് മത്സ്യങ്ങളെ പിടിക്കുന്ന ചില മണലിൻ്റെ അതേ നിറത്തിലുള്ള
ഫ്ലാറ്റ് ഫിഷ് പോലെയുള്ള ജീവികൾ, മത്സ്യങ്ങളും ഒന്ന് രണ്ട് അവിടെ എവിടെയായി കാണപ്പെടുന്ന ഈ മരുഭൂമിയിലെ പോലെ ഒന്ന് രണ്ട് സസ്യങ്ങൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ കടലിൻ്റെ ഈ ഒരു 12 നോട്ടിക്കൽ മൈലാണ്. തീരത്തുനിന്ന് 12 നോട്ടിക്കൽ മൈൽ. കരയിലുള്ള എല്ലാ ന്യൂട്രിയൻസും പോഷകവും കൊണ്ടുവന്ന് ഈ 12 നോട്ടിക്കൽ മൈലിനകത്താണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള, ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു ലാൻഡാണ് ഈ ഒരു 12 നോട്ടിക്കൽ മൈൽ. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഫിഷിംഗ് ഓപ്പറേഷൻ നടക്കുന്നത്. ഈ ഒരു മണൽത്തിട്ടകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ കടലടിത്തട്ടാണ്. ഇതിനെയാണ് റീഫുകളെന്ന് പറയുന്നത്. അവിടെ അതായത് കടലിനടിയിൽ ഉറച്ച പാറകളാണ്. അത് പ്ലാറ്റ്ഫോമായിട്ടുള്ള പൊക്കം കുറഞ്ഞ പാറക്കൂട്ടങ്ങളുള്ളതിനെ തറപ്പാരുകളെന്നാണ് നമ്മുടെ ഫിഷർമെൻ പറയുന്നത്. വലിയ പാറക്കൂട്ടങ്ങളെ ഓരോരോ ഫിഷ് കിട്ടുന്നതിനനുസരിച്ച് ആ ഫിഷിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അതല്ലെങ്കിൽ ആരാണോ ആ പാര ആദ്യമായി കണ്ടുപിടിച്ചത് അവരുടെ പേരിലായിരിക്കും. ഇപ്പോൾ അംബ്രോസി പാരെന്ന് പറയും, അല്ലെങ്കിൽ തൂവപ്പാര് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. അതായത് തൂവപ്പാര എന്ന് പറയുന്ന ഒരു പാര വർഗത്തിൽപ്പെട്ട മത്സ്യമാണ് അവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ഊളിപ്പാരുണ്ട്, ചെങ്കൽപ്പാരുണ്ട്, ഊളാങ്കല്ലെന്നും പറയും. അപ്പോൾ ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കോസ്റ്റ് എടുത്താൽ തന്നെ വലിയുതറയിൽ പറയുന്ന സ്ലാങ് അല്ല ഭീമാവള്ളിയിലോ അല്ലെങ്കിൽ പൂവാറോ പൊഴിയൂരോ പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ പറയുന്നത് കല്ലെന്ന് പറയും, ഏവെന്ന് പറയും, അല്ലെങ്കിൽ പാരെന്ന് പറയും, അല്ലെങ്കിൽ മുട്ടാന്ന് പറയും. അപ്പോൾ ഓരോ സ്ഥലത്തും ഈ റീഫുകൾക്ക് പല പേരുകളുമാണ് പറയുന്നത്. അപ്പം ഇതെല്ലാം നാച്ചുറലായിട്ട് കടലിനടിയിലുള്ള ആവാസ വ്യവസ്ഥകളാണ്. പക്ഷെ അതല്ല, ഇപ്പോൾ ഒരു കപ്പൽ മുങ്ങിപ്പോയി, ആ കപ്പലും കടലിനടിയിൽ എവിടെയെങ്കിലും ഡംപായിട്ട് അതൊരു എക്കോസിസ്റ്റം ആയിട്ട് പിന്നീട് മാറും. അവിടെയും ഫിഷർമെൻ ഫിഷിങ്ങിന് പോകുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ റീഫ് എന്നാണ് പറയുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ആക്സിഡൻ്റൽ ആയിട്ടുള്ള റീഫുകൾ. നമ്മുടെ വർക്കലയ്ക്ക് നേരെ ജഗന്നാഥ സ്വാമി ക്ഷേത്രത്തിന് നേരെ ഒരു വലിയൊരു കപ്പൽ വർഷങ്ങൾക്ക് മുമ്പ് ഡച്ച് കപ്പലാണ്, അത് മുങ്ങിപ്പോയിട്ടുണ്ട്. അതിനെ വർക്കല 5 തെങ്ങ് പാരെന്നാണ് അറിയപ്പെടുന്നത്. കാരണം അത് 5 തെങ്ങിന്ന് മുങ്ങി വന്ന് വർക്കല ഡെപ്പോസിറ്റ് ആയതുകൊണ്ട് 5 തെങ്ങ് പാരെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 5 തെങ്ങ് കപ്പൽ പാരുണ്ട്. ബോട്ട് മുങ്ങിപ്പോയി കഴിഞ്ഞാൽ ബോട്ട് പാരെന്ന് പറയും. ഇനി പാലം ഇടിഞ്ഞു പോയി അതിൻ്റെ പില്ലേഴ്സ് കടലിനടിയിൽ കിടക്കാൻ, അതും ഒരു റീഫാണ്. അപ്പം നാച്ചുറലായിട്ടുള്ള റീഫും കടലിനടിയിലുണ്ട്, ആർട്ടിഫിഷ്യലായിട്ടോ ആക്സിഡൻ്റലായിട്ടോ ഉണ്ടാകുന്ന റീഫുകളുണ്ട്. എല്ലാം ഫിഷർമെൻ അവരുടെ ദൈനംദിന ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. എല്ലാം സീസണൽ ആണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഏറ്റവും ഫെർട്ടൈലായിട്ടുള്ള ഒരു ലാൻഡ് എന്ന് പറയുന്നത് ഈ ഒരു 12 നോട്ടിക്കൽ മൈലാണ്. അപ്പോൾ ഈ 12 നോട്ടിക്കൽ മൈലിനകത്താണ് ഏറ്റവും കൂടുതൽ ഫിഷിംഗ് ഓപ്പറേഷൻ വരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത എടുക്കുകയാണെങ്കിൽ നമുക്ക് കരമടി വള്ളങ്ങളും അല്ലെങ്കിൽ കട്ടമരങ്ങളിൽ പോകുന്നതും അല്ലെങ്കിൽ വല വീശി പിടിക്കുന്ന മത്സ്യങ്ങളോ അല്ലെങ്കിൽ ചൂണ്ടപ്പണി, പിന്നെ വരുന്നത് കോവളം ഈ കല്ല് നിറയുള്ള സ്ഥലങ്ങളിൽ വരുന്നത് ചിപ്പി എടുക്കാൻ പോകുന്ന ഓപ്പറേഷൻസാണ് വരുന്നത്. അപ്പോൾ ഇത്തരം വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഫിഷിംഗ് ഓപ്പറേഷനും ഡൈവേഴ്സ് ആയിട്ടുള്ള ഫിഷസുമാണ് നമുക്ക് തിരുവനന്തപുരത്തുള്ളത്. പക്ഷേ വളരെ റീസെൻ്റായിട്ട് നമുക്ക് ഒരു കടലിൻ്റെ തീരത്ത് ഒരു കോസ്റ്റൽ കൺസ്ട്രക്ഷൻ വരികയാണെങ്കിൽ, ഉദാഹരണം നമ്മുടെ വിഴിഞ്ഞം പോലെയുള്ള കൺസ്ട്രക്ഷൻസ് വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഡ്രെഡ്ജിങ്ങിൻ്റെയും പല പല പ്രോസസ്സിൻ്റെയും ഭാഗമായിട്ട് ഈ കടലിൻ്റെ അടിത്തട്ട് മുഴുവനും തുരന്ന് അല്ലെങ്കിൽ പൊടിച്ച് മാറ്റുകയാണ്. അപ്പോൾ ഈ പൊടിച്ച് മാറ്റുക എന്ന് പറയുന്നത് കടലിൻ്റെ അടുത്തിട്ടുള്ള ഈ ഫെർട്ടൈലായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫിഷസ് വരികയും താമസിക്കുകയും ചെയ്യുന്ന അവരുടെ റെസിഡൻഷ്യൽ ഏരിയ ആയിട്ടുള്ള റീഫുകളാണ്, പാരുകളാണ് ഏറ്റവും കൂടുതൽ പൊടിച്ച് മാറ്റപ്പെടുന്നത്, ഡ്രെഡ്ജ് ചെയ്ത് മാറ്റപ്പെടുന്നത്. അപ്പോൾ നമ്മളൊരു കോസ്റ്റൽ കൺസ്ട്രക്ഷൻ വരുമ്പോൾ അതിൻ്റെ ഭാഗമായി ഡിസ്ട്രക്ഷനും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി ഈ ഇപ്പോൾ വിഴിഞ്ഞത്തും കോവളത്തുമായിട്ട് 120-ലധികം ഫിഷർമെൻ ചിപ്പി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പുതിയൊരു മദർ പോട്ട് വരുന്നതോടുകൂടി അവർ ഡ്രെഡ്ജ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി ഒത്തിരി അധികം പൊടിപടലങ്ങളും വേസ്റ്റും കടലിനടിയിൽ ഉണ്ടാകുന്നു. അതല്ല, ഈ ചിപ്പികളെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് വായ തുറന്നാൽ എപ്പോഴും ഇരിക്കുന്നത്. അതിൻ്റെ ഒരു ഫീഡിങ്ങും ബ്രീത്തിങ്ങും എന്ന് പറയുന്നത് അത് വായ തുറന്നു വെച്ചിട്ടാണ്. അപ്പോൾ ഈ പൊടിപടലങ്ങൾ മുഴുവനും അതിനകത്തേക്ക് അടിഞ്ഞു കൂടുകയും മുഴുവനും നശിച്ചു പോയിട്ടുമുണ്ട്. പറഞ്ഞു പോയി കഴിഞ്ഞാൽ കിലോമീറ്റേഴ്സ് അധികം വരുന്ന നാച്ചുറലായിട്ടുള്ള റീഫുകൾ ഈ കോസ്റ്റൽ കൺസ്ട്രക്ഷൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഇത് തന്നെയാണ് ഈ റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ കടലിൻ്റെ തീരത്ത് നിന്ന് നമുക്കിപ്പോൾ ഒരു തീരം നഷ്ടപ്പെടുമ്പോൾ ആൾക്കാരെ മാറ്റി പാർപ്പിക്കേണ്ടി വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ഇതെന്ന് വെച്ചാൽ തീരം നഷ്ടപ്പെടുന്നു.
തീരം നഷ്ടപ്പെടുന്നു എന്ന് വെച്ചാൽ തീരത്ത് കിടക്കുന്ന മണൽ മുഴുവനും കടലിലേക്കാണ് പോകുന്നത്. കടലിൽ ഇതെല്ലാം പോയി, ഈ മണൽ പോയി അടിഞ്ഞു കൂടുന്നത് ഈ 12 നോട്ടിക്കൽ മൈലിനകത്തുള്ള ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള റീഫുകളുടെ പുറത്താണ്. അത് 1 മീറ്ററിലധികം വരുന്ന ഹൈറ്റിൽ മണൽ കൊണ്ട് മൂടിക്കഴിഞ്ഞാൽ അത് വീണ്ടും റീജുവനേറ്റായി വരാൻ ഇയേഴ്സ് എടുക്കും എന്നുള്ളതാണ്, വർഷങ്ങളെടുക്കും. അപ്പോൾ ടോട്ടലി നമുക്ക് ഒരു കോസ്റ്റൽ കൺസ്ട്രക്ഷൻ വരുന്നതിന് മുമ്പേ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഇമ്പാക്റ്റ് സ്റ്റഡി നടത്തിയില്ലെങ്കിൽ അത് ഇത്തരം കോൺസിക്വൻസസിൽ വന്ന് നിൽക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ഫിഷിങ്ങിന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ട്രഡീഷണൽ ഫിഷർമെൻ അവർക്ക് അറിയാവുന്ന ഏക ഒരു തൊഴിലെന്ന് പറയുന്നത് ഫിഷിംഗ് മാത്രമാണ്. അപ്പോൾ കിലോമീറ്റേഴ്സ് മാറി ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ വരുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് മാറി അപ്പുറത്ത് വീടും കെട്ടിക്കൊടുക്കുമ്പോൾ അത്രയും ദൂരം പോയി ഫിഷിംഗ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകും. അപ്പോൾ എങ്ങനെ ഇനി വരുന്ന കൺസ്ട്രക്ഷൻസ് എങ്കിലും എങ്ങനെ ഉള്ള തീരം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഒരു കോസ്റ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള, നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു.